ഹായ് ഹലോ മാസ്റ്ററിംഗ് പ്രോപ്പർട്ടി റെൻ്റൽ മാനേജ്മെൻറ്റിൻ്റെ നാലാമത്തെ വീക്കിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇന്ന് ക്രാഫ്റ്റിംഗ് എ പ്രോപ്പർട്ടി ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു മൊഡ്യൂളാണ് നമ്മളിന്ന് അവതരിപ്പിക്കുന്നത്. സോ ഈ മൊഡ്യൂളിൽ എന്തൊക്കെ കണ്ടൻറ്റുകളാണ് വരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് വരുന്ന ഒരു കാര്യം, നമ്മൾ പ്രോപ്പർട്ടി റെൻ്റൽ മാനേജ്മെൻറ്റ് എന്താ എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എങ്ങനെ പ്രോപ്പർട്ടി ഓണേഴ്സിനെയും ലിസ്റ്റിംഗ് കണ്ടുപിടിക്കാമെന്ന് പഠിച്ചു. ഏതൊക്കെ ചാനലിലൂടെ ഇതൊക്കെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അടുത്തൊരു സംഭവമാണ് റിയൽ ആയിട്ടുള്ള ഒരു കേസ് സ്റ്റഡി പോലെയുള്ള ഒരു മൊഡ്യൂളാണിത്. കാരണം എവിടെയൊക്കെ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാം, ഏതൊക്കെ ചാനലിലൂടെ മാർക്കറ്റ് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് റിയലിസ്റ്റിക് ആയിട്ട് ചെയ്ത് കാണിച്ച് നിങ്ങൾക്കത് അറിയാം, അല്ലെങ്കിൽ അത് വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് ഉറപ്പ് വരുത്തേണ്ട ഒരു കടമ എനിക്കുള്ളത് കൊണ്ട് തന്നെ ഞാനത് റിയലായിട്ട് ഒരു പ്രോപ്പർട്ടി ലിസ്റ്റിംഗ് ചെയ്ത് നിങ്ങളെ കാണിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത് 99 ഏക്കേഴ്സ് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമും അതുപോലെ തന്നെ നമുക്കെല്ലാം ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള OLX എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൻ്റെയും പ്രോപ്പർട്ടി എങ്ങനെയാണ് ലിസ്റ്റ് ചെയ്യുന്നത് എന്നൊരു ഡെമോയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം 99 ഏക്കേഴ്സും OLXൻ്റെയും ലിസ്റ്റിംഗ് ഒന്ന് കാണാം. അതുകൂടാതെ നമ്മൾ പ്രോപ്പർട്ടി റെൻ്റൽ മാനേജ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ചാനലിലൂടെ മാർക്കറ്റ് ചെയ്ത് ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്ന ലിസ്റ്റിംഗ് ചെയ്ത് നമ്മളുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള കേസ് സ്റ്റഡീസും കൂടെ ഇതിനകത്തൊരു ഡെമോയായി കാണിക്കുന്നുണ്ട്. നമുക്ക് എത്ര ലീഡൊക്കെ ജനറേറ്റ് ആവുന്നുണ്ട്, നമ്മൾ ക്യാമ്പയിൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കാണിച്ചു തന്ന പോലെ ക്യാമ്പയിൻസ് ഒക്കെ ചെയ്ത് എത്ര ലീഡാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് അതിൻ്റെ നമ്പറും നമുക്ക് ലാസ്റ്റ് 2 മാസത്തെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ കാണിച്ചു തരുന്നുണ്ട്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അത് നമ്മൾ ആദ്യമായിട്ട് പ്രോപ്പർട്ടി ലിസ്റ്റ് ചെയ്ത് പഠിക്കാൻ പോകുന്നത് 99 ഏക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് പ്ലാറ്റ്ഫോമാണ്. ഏറ്റവും കൂടുതൽ റെസ്പോൺസ് വരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിലോട്ട് വരുന്ന സമയത്ത് പോസ്റ്റ് പ്രോപ്പർട്ടി ഫ്രീ എന്ന് പറഞ്ഞൊരു ലേബിൾ നിങ്ങൾ സൈഡ് അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഇന്റർഫേസ് ഓപ്പൺ ആവുന്നതാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് റെൻ്റൽ പ്രോപ്പർട്ടി ആണോ സെല്ലാണോ എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട് സെലക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ റെൻ്റൽ പ്രോപ്പർട്ടി ആണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിൽ കമേഴ്ഷ്യൽ ആണോ റെസിഡൻഷ്യൽ ആണോ ഒക്കെ ചോദിക്കുന്ന ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് റെസിഡൻഷ്യലിൽ കൊടുത്തു കഴിഞ്ഞു. താഴെ വരുന്ന സമയത്ത് നമുക്ക് ഫ്ലാറ്റ് ആണോ വില്ലയാണോ വീടാണോ എന്താണെന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊവിഷനാണ് കൊടുത്തിട്ടുണ്ട്. തിരിച്ചു വരുന്ന സമയത്ത് ഫ്ലാറ്റ് ആയിരുന്നു എനിക്കിപ്പോൾ ലിസ്റ്റ് ചെയ്യേണ്ടത്. ഞാൻ ഫ്ലാറ്റ് കൊടുത്ത് കണ്ടിന്യൂ പോയി. അപ്പോൾ താഴെയുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ഏത് സിറ്റിയിലാണ്, ഏതാണ് ലൊക്കേഷൻ, എന്താണ് പ്രോപ്പർട്ടിയുടെ പേര്, അപ്പോൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന പ്രസ്റ്റീജ് ഹിൽസൈഡ് ഗേറ്റ് വേ എന്ന് പറഞ്ഞ പ്രൊജക്റ്റാണ് കേട്ടോ. കാക്കനാട് ഇൻഫോ പാർക്കിൻ്റെ അടുത്താണ് ഈ ഒരു പ്രൊജക്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ എൻട്രി അടിച്ച് അപ്പുറത്തെ ഒരു ഫേസിലോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ അപ്പുറത്ത് പോകുന്ന സമയത്ത് അടുത്തായി നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് എത്ര ബെഡ്റൂമാണ്, എത്ര ബാത്റൂമാണ്, എന്താണ് ഈ പ്രോപ്പർട്ടിയുടെ സ്പെസിഫിക്കേഷൻ വരുന്നത്, അതാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എൻ്റെ 2 BHK പ്ലസ് സ്റ്റഡി റൂം ആയിരുന്നു നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. അപ്പോൾ താഴെ കൊടുക്കുന്ന ഫ്ലോർ പ്ലാൻസ് ഒക്കെ അവർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഒരു പ്രോപ്പർട്ടി പോർട്ടൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒട്ടുമിക്ക ഡീറ്റെയിലും ഇവിടെ അതിലുണ്ടാവും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പ്രോംപ്റ്റുകൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര ബാത്റൂമാണ്, ബെഡ്റൂമാണ്, ബാൽക്കണിയാണെന്നൊക്കെ നമ്മൾ എൻ്റർ ചെയ്തു. താഴെ എത്രയാണ് അപ്പാർട്ട്മെൻറ്റ് സൈസ് വരുന്നത്, സൂപ്പർ ബിൽഡപ്പ് ഏരിയ എത്രയാണ്, കാർപ്പറ്റ് ഏരിയ എത്രയാണ്. നമ്മളുടെ അടുത്ത വീഡിയോയിൽ സൂപ്പർ ബിൽഡപ്പ് ഏരിയ എന്താണ്, കാർപ്പറ്റ് ഏരിയ എന്താണെന്നുള്ളതൊന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. സോ നമുക്കതിപ്പോൾ സ്കിപ്പ് ചെയ്ത് താഴത്തോട്ട് പോകാം. അപ്പോൾ നമുക്ക് സ്റ്റഡി റൂം എക്സ്ട്രാ ഉണ്ട്, അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ താഴോട്ട് പോകുന്ന സമയത്ത് ഒരു പ്രോപ്പർട്ടി ലിസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവങ്ങളാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഒരു പ്രോപ്പർട്ടിയുടെ സ്പെസിഫിക്കേഷൻ, ഇൻ ആൻഡ് ഔട്ട് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. കാരണം അപ്പോഴാണ് ഒരു ബയ്യർ വരുന്ന സമയത്ത് എല്ലാ ഡീറ്റെയിലും അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ വളരെ എളുപ്പമാണല്ലോ. അപ്പോൾ നിങ്ങൾ തന്നെ ഒരു പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ ആ പ്രോപ്പർട്ടിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിലും ഉണ്ടെങ്കിൽ വളരെ സുഖമായിട്ട് നമുക്ക് ആ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പർട്ടിക്ക് നല്ല ഫോട്ടോസ് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ആളുകൾക്ക് കാണുമ്പോൾ തന്നെ ഒരു പ്രോപ്പർട്ടി ഫൈനലൈസ് ചെയ്യാൻ തോന്നുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ പ്രോപ്പർട്ടിയുടെ ലിസ്റ്റിങ്ങും ചെയ്യേണ്ടത്. അപ്പോൾ താഴെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എത്ര ലൈറ്റ് ഉണ്ട്, AC ഉണ്ട്, ഫാൻ ഉണ്ട്, TV ഉണ്ടോ, ഈ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് എനബിൾ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഇവിടെ ഉണ്ട്. നമുക്ക് ഉണ്ടെങ്കിൽ ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് എനബിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ കാർ പാർക്കിംഗ് കവേർഡ് പാർക്കിംഗ് ആണോ, ഓപ്പൺ പാർക്കിംഗ് ആണോ, എത്ര പാർക്കിംഗ് നമുക്കുണ്ട്, അപ്പോൾ അതൊക്കെ എൻ്റർ ചെയ്യാനുള്ള പ്രൊവിഷൻ ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർട്ടലിൽ മാത്രമല്ല എല്ലാ പോർട്ടലുകളിലും ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എത്ര വർഷമായിട്ടുണ്ട്, പ്രോപ്പർട്ടിയുടെ ഏജ് എന്താണ്, അത് മുതൽ നമുക്ക് എന്ന് തൊട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി റെന്റ് ഔട്ട് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വരെ നമുക്ക് ഇവിടെ സ്വിച്ച് ചെയ്യാനുള്ള ഒരു സ്വിച്ച് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ള ഫാമിലിക്കാണോ ബാച്ചിലറിനാണോ അതൊക്കെ നമുക്ക് ഫിൽറ്റർ ഇവിടെ ഇടാനായിട്ട് പറ്റും. നിങ്ങൾ ഡെമോ ലിസ്റ്റിംഗ് വീഡിയോ കഴിഞ്ഞിട്ട് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാം. സോ ഞാൻ കുറച്ച് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാണ്. എൻ്റെ പ്രൊജക്ടിന്റെ ഫോട്ടോസ് ഞാൻ കുറച്ച് ഒരു 10-20 ഫോട്ടോസ് ഉണ്ടാവും അപ്ലോഡ് ചെയ്യാൻ കേട്ടോ. സോ ഈ പ്രോപ്പർട്ടി അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ ബെഡ്റൂമും, എല്ലാ വാഷ്റൂം, അതുപോലെ കിച്ചണും, അതുപോലെ ഹാളും, അങ്ങനെ എല്ലാ ഏരിയയും കവർ ചെയ്തുകൊണ്ടാണ് ഫോട്ടോസ് എടുക്കാനായിട്ട്. അപ്പം 99 ഏക്കേഴ്സ് പോലുള്ളൊരു പ്ലാറ്റ്ഫോമിൽ വരുന്ന സമയത്ത് നമുക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോസ് മാത്രമല്ല നമുക്ക് ഇതിനകത്ത് വീഡിയോസും അപ്ലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഒരു പ്രീമിയം പാക്കേജ് എടുത്തിട്ട് വേണം നമ്മളത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഫ്രീ ആയിട്ടുള്ള പാക്കേജസും ഉണ്ട്, ചെറിയ രീതിയിൽ ഒരു 1500 ഒക്കെ തുടങ്ങുന്ന പാക്കേജസ് ഉണ്ട്. അപ്പോൾ ഈ പാക്കേജ് എന്ന് പറയുമ്പോൾ നമുക്ക്
ഒരു പ്രോപ്പർട്ടി ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനാണ് ഒരു പാക്കേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒരു പാക്കേജിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 10 പ്രോപ്പർട്ടി ലിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് ആ ഒരു പോർട്ടൽ ചാർജ് ചെയ്യുന്നുണ്ടാവും. ഇനീഷ്യലിയൊക്കെ നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് ഫ്രീ ആയിട്ട് ലിസ്റ്റ് ചെയ്യുക, എല്ലാ പ്ലാറ്റ്ഫോമിലും നമുക്ക് ഫ്രീ ആയിട്ട് ഡെമോ ലിസ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനീഷ്യലി നിങ്ങൾക്ക് എൻക്വയറീസ് ഒക്കെ വന്ന് ചെറിയ ബിസിനസ് ഒക്കെ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഇച്ചിരിയൊക്കെ സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ചെറിയ ലിസ്റ്റിംഗ് പാക്കേജുകളൊക്കെ മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ള എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. സോ ഞാനങ്ങനെ ഫോട്ടോസൊക്കെ ഇങ്ങനെ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിതിപ്പോൾ ലാപ്ടോപ്പിലാണ് കേട്ടോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ലാപ്ടോപ്പൊന്നും വേണമെന്നില്ല, ഫോണിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്, അതിനകത്ത് ജസ്റ്റ് ഫോട്ടോസ് എടുക്കുക, അപ്പോൾ തന്നെ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഫോണിൽ യൂസ് ചെയ്യാനാണ് കുറച്ചും കൂടി എളുപ്പം കേട്ടോ. അപ്പോൾ ഇതിന്റെ ബാക്ക് എൻഡ് വരുന്ന നമുക്ക് റെസ്പോൺസ് ഒക്കെ നോക്കുന്ന സമയത്ത് ബൾക്കായിട്ട് ലീഡുകളൊക്കെ ഉള്ള സമയത്ത് ലാപ്പ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. പക്ഷെ ഫോണിൽ തന്നെ എല്ലാം ഓപ്പറേറ്റ് ചെയ്യാനുള്ള സിസ്റ്റം ഇവർ ചെയ്തിട്ടുണ്ട്. സോ അടുത്തായിട്ട് നമ്മൾ എത്ര രൂപയാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ റെന്റ് വരുന്നത്, എത്രയാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വരുന്നത്, എത്രയാണ് നിങ്ങൾ ബ്രോക്കറേജ് ചാർജ് ചെയ്യുമോ എന്നല്ല എത്രയാണ് ചാർജ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ ബ്രോക്കറേജിന്റെ എമൗണ്ട് പെർസെൻറ്റേജിൽ അവിടെ ടൈപ്പ് ചെയ്യാണ്. 75% ഓഫ് 1 മന്ത് റെന്റലാണ് ഞാൻ ഈ പ്രോപ്പർട്ടിക്ക് കമ്മീഷനും ചാർജസ് ആയിട്ട് ഞാൻ ചാർജ് ചെയ്യാൻ പോകുന്നത്, അതായത് ബ്രോക്കറേജ് ആയിട്ട് നമ്മൾ ചാർജ് ചെയ്യാൻ പോകുന്നത്. സോ അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കാലത്തെ എഗ്രിമെന്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഒബ്വിയസ്ലി 11 മാസത്തെ എഗ്രിമെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. സോ എഗ്രിമെന്റിനെ കുറിച്ചിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് 11 മാസത്തെ എഗ്രിമെന്റ്, നമ്മൾ എത്ര മാസത്തിലേക്ക് എഗ്രിമെന്റ് ചെയ്യും, അതിന്റെ ലീഗൽ കാര്യങ്ങളൊക്കെ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് താഴെ ചെയ്യുന്നുണ്ട്, കാണണം എന്തായാലും. സോ അവിടെ വരുന്ന സമയത്ത് പ്രോപ്പർട്ടിനെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി കണ്ടിന്യൂ കൊടുത്ത് നമ്മൾ ലിസ്റ്റിംഗിന്റെ അടുത്ത ഫേസിലോട്ട് പോയി. അപ്പോൾ പ്രോപ്പർട്ടി ഫീച്ചേഴ്സിനെ കുറിച്ചും നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ ആക്സസിബിലിറ്റിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് മെൻഷൻ ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. സോ ഇതൊക്കെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ഫേസിലോട്ട് പോകാട്ടോ. സോ ഇതിൽ അഡീഷണൽ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ ഒരു പ്രോപ്പർട്ടിയിൽ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഉണ്ടോ, അതേപോലെ സെക്യൂരിറ്റി ഉണ്ടോ, ഇതൊരു കോർണർ പ്രോപ്പർട്ടി ആണോ, പെറ്റ് ഫ്രണ്ട്ലി ആണോ, വീൽ ചെയർ ആക്സസിബിലിറ്റി ഉണ്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ഫേസിങ് ഏത് സൈഡിലോട്ടാണ് ഫേസ് ചെയ്യുന്ന പ്രോപ്പർട്ടി ഡോർ തുറക്കുമ്പോൾ, സോ അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്രോപ്പർട്ടിക്ക് എടുക്കാൻ വരുന്ന ആൾക്കാർ വാസ്തുവൊക്കെ നോക്കിയിട്ട്, പല ആൾക്കാരും റെന്റൽ പ്രോപ്പർട്ടി ആണെങ്കിൽ കൂടെ ചില ആളുകളൊക്കെ വാസ്തുവൊക്കെ നോക്കിയിട്ടാണ് പ്രോപ്പർട്ടിയൊക്കെ എടുക്കുന്നത്. സോ നമ്മളൊരു പ്രോപ്പർട്ടി ലിസ്റ്റ് ചെയ്യാൻ നിങ്ങളൊരു ഓണറെ വിളിച്ച് സംസാരിച്ച് പ്രോപ്പർട്ടി ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള എല്ലാ മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽ നിങ്ങൾ കളക്ട് ചെയ്യണം. സോ നിങ്ങളൊരു പ്രോപ്പർട്ടി ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് എന്തൊക്കെ ഡീറ്റെയിൽ ആണ് ഈ പ്രോപ്പർട്ടി ലിസ്റ്റിംഗ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സിമ്പിൾ ആയിട്ടൊരു കാര്യം ചെയ്യുക, 91 acres എടുക്കുക, അതിലുള്ള ഓപ്ഷൻസ് എല്ലാം നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു പേപ്പറിൽ എടുത്ത് ഒരു ചെക്ക് പോയിന്റ് പോലെ ആ ഒരു പ്രോപ്പർട്ടി ലിസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ടിക്കറ്റ് ഇന്ന പോലെ നിങ്ങൾക്കൊരു മാനുവലി ഇതുപോലെ ഒരു ഫോം നിങ്ങൾക്ക് വേണമെങ്കിൽ ജനറേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിനകത്ത് ഈ ഡീറ്റെയിൽസ് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു പ്രോപ്പർട്ടി ഓണർ കാണുന്ന സമയത്ത് ചിലപ്പോൾ പ്രോപ്പർട്ടി ഓണേഴ്സ് വരും ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ആ സമയത്തൊക്കെ നിങ്ങൾ ഈ രീതിയിൽ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്കത് വളരെ രീതിയിൽ നല്ലൊരു പ്രൊഫഷണലിസം ഫീൽ ചെയ്യും. സോ ഇവർ നല്ലൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആണെന്നുള്ള ഒരു ഫീലിംഗ് ഒക്കെ നമുക്ക് കിട്ടും. തീർച്ചയായിട്ടും ഈ ഒരു ഡീറ്റെയിൽ ഒക്കെ കളക്ട് ചെയ്യുന്നതും വളരെ അനിവാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പ്രോപ്പർട്ടി ലിസ്റ്റിംഗ് നമ്മൾ എല്ലാം ഫിനിഷ് ചെയ്ത് ഇനി അടുത്ത സ്റ്റേജിലോട്ട് പോവാണ്. അപ്പോൾ ചൂസ് സബ്സ്ക്രിപ്ഷൻ ചോദിക്കുന്നുണ്ട്. ഫ്രീ ആയിട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ സബ്സ്ക്രിപ്ഷൻ ഒന്നും ആവശ്യമില്ല. എനിക്ക് ഓൾറെഡി ഇപ്പോൾ ഞാൻ ചെയ്യുന്ന അക്കൗണ്ടിൽ കുറച്ച് സബ്സ്ക്രിപ്ഷൻ ഒക്കെ കിടക്കുന്നുണ്ട്. സോ അത് യൂസ് ചെയ്ത് ഞാൻ ലിസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. സോ നമ്മളിപ്പോൾ ജസ്റ്റ് ലിസ്റ്റിംഗ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മളങ്ങനെ പ്രോപ്പർട്ടി ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് പ്രിവ്യൂ ചെയ്യാം. അതിന് മുന്നേ താഴെ കണ്ടോ, നമുക്കിപ്പോൾ നിങ്ങൾ പ്രോപ്പർട്ടി ലിസ്റ്റ് ചെയ്തപ്പോൾ 89% ആണ് പ്രോപ്പർട്ടിയുടെ സ്കോർ, അതായത് നിങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ എന്തൊക്കെയാണ് നിങ്ങളവിടെ മിസ് ഔട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. സോ ഇത്തരത്തിലുള്ള എല്ലാ സംഭവങ്ങളും ഈ ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം വളരെ ഇഷ്ടവും. അതുപോലെ തന്നെ ഒരുപാട് ലീഡും ഈ ഒരു പ്രോപ്പർട്ടി ലിസ്റ്റിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. സോ ഇതാണ് നമ്മൾ ലിസ്റ്റിംഗ് വരുന്നത്. അപ്പോൾ പ്രോപ്പർട്ടി ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോസ് അപ്പം തന്നെ വിസിബിൾ ആവില്ല. അത് കമ്പനി ഒന്ന് മോണിറ്റർ ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്തിട്ടാണ് കറക്റ്റ് ആയിട്ട് ലിസ്റ്റിംഗ് അവർ പബ്ലിഷ് ചെയ്യുക. സോ ഓൾറെഡി ലിസ്റ്റിംഗ് പബ്ലിഷ് ആയി കഴിഞ്ഞ് ഫോട്ടോസ് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് തന്നെ അപ്ലോഡ് ആവുന്നതാണ്. സോ നിങ്ങൾക്ക് ലിസ്റ്റിംഗ് കാണാൻ സാധിക്കും. നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാ ഡീറ്റെയിലും ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി ഫൈൻഡ് ചെയ്യാൻ വരുന്ന ഒരു ടെനന്റ് ആണെങ്കിൽ ഇത്രയും ഡീറ്റെയിൽ ഇവിടെ കാണാനായിട്ട് സാധിക്കും. സോ ഞാൻ ലിസ്റ്റ് ചെയ്ത എൻ്റെ കമ്പനിയുടെ പേരും ഡീറ്റെയിൽ ഒക്കെ താഴെ കാണിക്കുന്നുണ്ട് കേട്ടോ. സോ ഇങ്ങനെയാണ് ഒരു 91 acres ഒരു പ്രോപ്പർട്ടി ലിസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഇനി അടുത്ത OLXന്റെ പ്ലാറ്റ്ഫോം ഒന്ന് നോക്കിയാലോ. സോ നമ്മുടെ OLX പ്ലാറ്റ്ഫോം ഓപ്പൺ ആക്കുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ സെല്ല് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. അപ്പോൾ അവിടെ പ്രോപ്പർട്ടീസ് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 91 acres കണ്ട പോലെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കാണാം ഒബ്വിയസ്ലി. അപ്പോൾ നമ്മുടെ ഫോർ റെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നേരത്തെ കണ്ട പോലെ തന്നെ ഏകദേശം ഒരു സെയിം ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് തന്നെയാട്ടോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്സ് ഇടുന്നു, നമ്മുടെ പ്രോപ്പർട്ടിയുടെ എത്ര ബെഡ്റൂമാണ്, എത്ര ബാത്റൂമാണ്, സ്പെസിഫിക്കേഷൻസ് ഇടുന്നു, അതുപോലെ നമ്മുടെ ഏരിയാസ് അവിടെ മെൻഷൻ ചെയ്യുന്നു, നമ്മുടെ മെയിൻ്റനൻസ് ചാർജ് എത്രയാണെന്നുള്ളത് മെൻഷൻ ചെയ്യുന്നു, ഫ്ലോർ കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നു. സോ ഈ ഒരു
പ്ലാറ്റ്ഫോമിൽ വരുന്ന സമയത്ത് 19 acres പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല കേട്ടോ. 19 acres എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്യുവർ പ്രോപ്പർട്ടി പോർട്ടലാണ്. OLX എന്ന് പറയുമ്പോൾ ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്. അപ്പോൾ പക്ഷേ OLX ഒരു ഹൈ റെസ്പോൺസ് റേറ്റ് ഉള്ളൊരു ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ അത് പ്രിഫർ ചെയ്യുന്നുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന 2 പ്ലാറ്റ്ഫോമുകൾ 19 acresഉം അതുപോലെ തന്നെ OLXഉം പിന്നെ മാജിക് ബ്രിക്സ് ആണ്. അതുകൂടാതെ തന്നെ ബാക്കി ഇൻട്രൊഡ്യൂസ് ചെയ്ത എല്ലാ പ്ലാറ്റ്ഫോമിലും നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഒരു 10 പ്രോപ്പർട്ടി 15 പ്രോപ്പർട്ടിക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും അഡ്വർടൈസ്മെൻറ്റിൻ്റെ കാര്യമില്ല ഇത് റെൻ്റ് ഔട്ട് ചെയ്യാനായിട്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ മോസ്റ്റ്ലി ഏറ്റവും കൂടുതൽ റെസ്പോൺസ് വരുന്ന ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന 2 ആപ്ലിക്കേഷൻസ് ഇതാണ്. അതുകൊണ്ടാണ് ഞാനിത് രണ്ടും ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നത്. ബാക്കി എല്ലാ ആപ്ലിക്കേഷനിലും ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ സെയിം ഒക്കെ തന്നെയാണ് കേട്ടോ. സോ ഇതിനകത്ത് നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്ന സമയത്ത് 19 acresൽ നമുക്ക് ഓട്ടോ ജനറേറ്റഡ് ഡിസ്ക്രിപ്ഷനൊക്കെ വരും. ഇതിനകത്ത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ സർവീസ് ചാർജിനെ പറ്റിയും ഇതിൻ്റെ എത്ര മന്ത്സാണ് നമ്മൾ എഗ്രിമെൻറ്റ് വെക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിലെല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ ടെനൻറ്റിനെ സംബന്ധിച്ച് ഈ ലിസ്റ്റിംഗ് കാണുമ്പോൾ അത് വളരെ എഫക്റ്റീവായിട്ട് വളരെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ ഒരു ലിസ്റ്റിനെ കുറിച്ചൊരു ഐഡിയയും കിട്ടും. അപ്പോൾ ഇതെനിക്ക് ഇതുമായി സീരിയസ് ആയി മുന്നോട്ട് പോകണോ എന്നുള്ളൊരു തീരുമാനം എടുക്കാനായിട്ട് നിങ്ങൾ സാധിക്കും. സോ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഏത് പ്ലാറ്റ്ഫോമായി ലിസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആക്യുറേറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വളരെ ക്ലിയർ ആയി എല്ലാ ഡീറ്റെയിലും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നല്ല ബയേഴ്സിനെ പ്രോസ്പെക്റ്റീവ് ബയേഴ്സിനെ ടെനൻസിനെ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നമ്മൾ എത്രയോ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു അത്രയും ഡീപ്പായിട്ട് അവർക്ക് പെട്ടെന്ന് ചെക്ക് ചെയ്യാനും അത് അവരുടെ ഒരു ഓപ്ഷന് പറ്റിയതാണോ എന്ന് അവർക്ക് ഡിസൈഡ് ചെയ്യാനൊരു അവസരം അതിനകത്തുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ ഈ ലിസ്റ്റിംഗ് നമ്മൾ നേരത്തെ ഒരു പ്രസ്റ്റേജിലെ ലിസ്റ്റിംഗ് ചെയ്ത പോലെ തന്നെയാണ് ഈ ലിസ്റ്റിംഗ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. സോ ഞാനൊരു മോക്ക് ഫോട്ടോസൊക്കെയാണ് കേട്ടോ തൽക്കാലം നിങ്ങൾക്ക് ലിസ്റ്റിംഗ് കാണിച്ച് തരാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഫോട്ടോസിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. OLXൽ നമ്മൾ 19 acresൽ കണ്ട പോലെ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. സോ ഇത്തരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ താഴെ നമുക്ക് നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ഇപ്പോൾ കൊച്ചിയിൽ നോക്കുന്ന ആൾക്ക് കൊച്ചി കാക്കനാട് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ലൊക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ അവിടെ സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും ഈ ഒരു ലിസ്റ്റിംഗ് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക. അങ്ങനെ നമ്മൾ വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ ചെയ്ത് നമ്മൾ പ്രോപ്പർട്ടി പോസ്റ്റ് ചെയ്യാൻ കേട്ടോ. സോ ഇത് പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പേജിലോട്ട് വരും. അപ്പോൾ ആ പേജിൽ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ലിസ്റ്റ് ചെയ്തത് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് 19 acresൽ കണ്ട പോലെ തന്നെ ഇവിടെയും കാണാനായിട്ട് സാധിക്കും. സോ OLXൽ വരുന്ന സമയത്തും 19 acresലെ പോലെ പാക്കേജുകൾ നമുക്ക് എടുക്കാം. ആദ്യത്തെ ഒരു ലിസ്റ്റിംഗ് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നീട് ലിസ്റ്റിംഗ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാക്കേജസ് അതിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ 1000 രൂപ മുതലൊക്കെ നമുക്ക് പാക്കേജുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ പ്രിഫറൻസ് പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഫ്രീ ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്താലും ഒരുപാട് റെസ്പോൺസുകൾ കിട്ടും കേട്ടോ. സോ ഇതുപോലെ തന്നെ ബാക്കി എല്ലാ പ്ലാറ്റ്ഫോമും ട്രയൽ ആൻഡ് എറർ എന്തായാലും ചെയ്ത് നോക്കണം. സോ അടുത്ത മൊഡ്യൂളായിട്ട് നമുക്ക് പിന്നെയും വരാം. ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെയിൽ ചെയ്ത് ചോദിക്കുക. സോ മെയിൽ ID താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ.